ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് ന്യൂസ് പേപ്പറും വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റിയലിസ്റ്റിക് തത്തയാണ്. നമുക്ക് കുറച്ച് ഗമ്മും സെലറ്റോപ്പും ടിഷ്യൂം കൂടെ ഒക്കെ വേണം കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും എടുത്തു കഴിഞ്ഞു, നമുക്ക് തുടങ്ങിയാലോ. കാർഡ്ബോർഡ് എടുത്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം എന്താ വേണം, അതിൻ്റെ പാർട്സുകളെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, പാരറ്റിൻ്റെ ഇല്ലേ, അപ്പോൾ പാരറ്റിൻ്റെതായ പാർട്സുകളെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞോ? ഞാനിപ്പോൾ ഒരു പാർട്സിൽ പേപ്പർ വെച്ച് ഒട്ടിക്കുന്നില്ലേ, അതേപോലെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ട. വേണമെന്നുള്ളവർക്ക് ചെയ്യാം. നമ്മളൊരു റിയലിസ്റ്റിക് തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ കാണാനൊരു ഒറിജിനാലിറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ എന്താ വേണം, കുറച്ച് പേപ്പർ എടുക്കണം, ന്യൂസ് പേപ്പർ എടുക്കണം. നമുക്ക് പഴയ ന്യൂസ് പേപ്പർ എടുക്കണം. ഇതേപോലെ എല്ലാം നമുക്ക് നമ്മുടെ തലയുടെ ഭാഗത്തും ആ തത്തയുടെ ആ ബോഡിയുടെ ഭാഗത്തും എല്ലാം പേപ്പർ വെച്ച് നല്ലോണം കട്ടിക്കെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കണം. തത്തയുടെ ബോഡി കാണുമ്പോഴേ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യണം. കവർ ചെയ്ത് ഒരു ബോഡി കറക്റ്റ് ബോഡിയായിട്ട് തന്നെ തോന്നിക്കണം നമുക്ക്. എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്ത് അടുത്ത പാർട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ തത്തിന് ഇങ്ങനെ എണ്ണ മതിയോ, പോരല്ലേ, സുന്ദരിയാക്കി എടുക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് സെല്ലോ ടേപ്പിൻ്റെ മണ്ടയിൽ കൂടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പെയിൻറ്റ് ചെയ്താൽ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗം ഒട്ടിച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് ആ തത്തയുടെ ഫുൾ ബോഡിയും കവർ ചെയ്യണം. ഗമ്മ തേച്ച ഉടനെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നിൽക്കരുത്, കാരണം അത് കുറച്ച് ഡ്രൈ ആവണ്ടേ, നനഞ്ഞിരിക്കുമല്ലേ ഗമ്മ തേച്ചുകൊണ്ട്. അപ്പോൾ ഡ്രൈ ആവാൻ വെക്കണം. ഇപ്പം തന്നെ നമുക്ക് പകുതി പെർഫെക്ഷൻ ലുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മുടെ തത്തയുടെ കഴുത്തും ചുണ്ടും കണ്ണും വരയ്ക്കണം. ഇനി അടുത്തതായിട്ട് തൂവലെല്ലാം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ തൂവൽ ചെയ്തെടുത്തിട്ട് ഗം വെച്ച് ഒട്ടിച്ച്. അങ്ങനെ നമ്മുടെ തത്തയുടെ ഫുൾ ബോഡി റെഡിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കാല് അറ്റാച്ച് ചെയ്യണ്ടേ, അതിനായിട്ട് നമ്മൾ കാർഡ്ബോർഡ് എടുക്കണം, കാലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്യണം, ഗം വെച്ച് ജോയിൻ ചെയ്യണം. ബ്യൂട്ടിഫുൾ റിയലിസ്റ്റിക് തത്ത റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ തത്തനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.